ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ കർത്താവ് ഈശോ തൻ്റെ ആത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ നമ്മെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വിചിന്തനം, അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സാധാരണ ക്രൈസ്തവ വിളിയെക്കുറിച്ച് പറയുന്നത് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന്, അപ്പച്ച ഞാനൊരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പട്ടാളക്കാരനായ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുകയാണ്. മകനെ, നീ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഈ നിമിഷം തന്നെ ഹൃദയത്തിൽ കുറിച്ചിടണം, ഒരു വിശുദ്ധിയുള്ള, ഒരു വിശുദ്ധനായ വൈദികനായി തീരണം. അപ്പോൾ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ആകെ തുക, ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഓരോ മകനും മകൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ഒരു വൈദികൻ, ഒരു സന്യസ്ത, ഒരു അൽമായൻ, അപ്പം ഏത് മേഖലകളിലാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അടിസ്ഥാന വിളി എന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. എന്നാൽ ഇന്ന് ഈ വിശുദ്ധിയുടെ രണ്ടാം ഭാഗം എന്ന് വിളിക്കാവുന്ന അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. ഓരോ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ അനുഗ്രഹീത എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പരിശുദ്ധ കന്യകാമറിയമാണ്. 2 പ്രാവശ്യം വചനത്തിൽ 2 പ്രാവശ്യം നാം കാണുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവളെ എന്ന് വിളിക്കപ്പെടുന്നു. യേശുവിനെ ഗർഭം ധരിച്ച കന്യകാമറിയത്തെ അവളുടെ ചാർച്ചക്കാരിയായ എലിസബത്ത് 2 പ്രാവശ്യമാണ് മറിയമേ നീ അനുഗ്രഹീതയാകുന്നു എന്ന് പറയുന്നത്. ഒന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യമാണ്. ചാർച്ചക്കാരിയായ എലിസബത്ത് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ദൈവത്താൽ പ്രത്യേകം കൃപ ലഭിക്കപ്പെട്ടവളാണ്, ആത്മാവിനാൽ നിറയപ്പെട്ടവളാണ്. രണ്ടാമത്തേത് ലൂക്കായുടെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 45-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. കർത്താവ് നൽകിയ വിളി, കർത്താവ് നൽകിയ കൽപ്പനകൾ വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. അപ്പം മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിന് കീഴ്പ്പെടുന്നവർ, ദൈവത്തിൻ്റെ പരിപാലനയുടെ മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അപ്പം നാം, നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് താഴ്മയോടെ നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു അപ്പനിലൂടെ മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരമ്മയിലൂടെ
മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ലോകത്തിന് അല്ലെങ്കിൽ മറ്റൊന്നിനും നൽകാൻ സാധിക്കാത്ത ആനന്ദമാണ്, സമാധാനമാണ് ഈ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് നൽകാൻ കഴിയുന്നതിനപ്പുറമുള്ള, നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ കഴിവിനോ നിർവചിക്കാനാവാത്ത ഒരു ആത്മീയമായ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, കൃപകൾ, ഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു കവിയും. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് മറിയത്തിൻ്റെ ആത്മവിശ്വാസം. ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തയ്യാറായപ്പോൾ ആ രക്ഷാകര പദ്ധതിയിൽ ഭാഗവാക്കാകാൻ താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിച്ചിട്ടുള്ളവർ ഇനി ബൈബിൾ വായനയിലൂടെ അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിലൂടെ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മക്കൾ, അത് ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിം ആകാം, ഈ മക്കൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസമാണ് അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ പടി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം, ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അപ്പോൾ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി എന്ന് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് മാമോദീസ സ്വീകരിക്കപ്പെട്ടവർ മാത്രമല്ല, വചന പ്രഘോഷണത്തിലൂടെ വചനം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളവർ, യേശുവിനെ കണ്ടുമുട്ടിയവർ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവർ, അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ഏവരും ആ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ സകല തലമുറകളും അവനെ അവളെ അനുഗ്രഹിതൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ എൻ്റെ നാഥനും രക്ഷകനുമായി തിരിച്ചറിയുവാനുള്ള എൻ്റെ ഭാഗ്യമാണ്. ആ ഒരു സൗഭാഗ്യമാണ് എൻ്റെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, ഇവയെ അതിജീവിക്കാനുള്ള എൻ്റെ ശക്തി. ഇപ്പം യേശുക്രിസ്തുവുമായിട്ടുള്ള ഈ വ്യക്തിപരമായ ബന്ധം എന്നെ അനുഗ്രഹമുള്ളവനായി തീർക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഉദാഹരണത്തിന് അബ്രഹാമിലൂടെ ഇസഹാക്ക്, ഇസഹാക്കിലൂടെ യാക്കോബ്, യാക്കോബിലൂടെ ജോസഫ്. അപ്പം നോക്കിക്കേ, ദൈവത്തിൻ്റെ കൽപ്പനകൾ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലൂടെ അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പം മറിയത്തിന് ലഭിച്ച, നാം നേരത്തെ മറിയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തു കേന്ദ്രീകൃതമായ അവളുടെ ജീവിതമാണ്. അപ്പം ലോകരക്ഷകനായ യേശുവിനെ തിരിച്ചറിയുന്നവർ, യേശുവിൻ്റെ ശുശ്രൂഷകളെ, യേശുവിൻ്റെ വചനപ്രഘോഷണത്തെ തിരിച്ചറിയുന്നവർ മറിയത്തെയും തിരിച്ചറിഞ്ഞതായിട്ട് നാം വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പം യേശുവിനെ കണ്ടുമുട്ടിയത് മൂലം മറിയം അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ യേശുവിൻ്റെ വചനം കേൾക്കുന്നവർ, യേശുവിൻ്റെ ശുശ്രൂഷകൾ അനുഭവിക്കുന്നവർ, യേശുവിലൂടെ സമാധാനം കിട്ടുന്നവർ, യേശുവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 11:27,
മറിയത്തെക്കുറിച്ച് ജനം പറയുന്നത് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും അനുഗ്രഹീതം. അപ്പൊ യേശുവിനെ കണ്ടപ്പോൾ, യേശുവിൻ്റെ വചനപ്രഘോഷണം കേട്ടപ്പോൾ, യേശുവിൻ്റെ ശുശ്രൂഷകൾ അനുഭവിച്ചപ്പോൾ ജനം മറിയത്തെ പ്രകീർത്തിക്കുകയാണ്. യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും അനുഗ്രഹീതമാണ്. അപ്പൊ ക്രിസ്തുവുമായി ചേർന്ന് നിന്നതുകൊണ്ട് മറിയത്തിന് ആ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അനുഗ്രഹം എന്ന വാക്ക് ദൈവശാസ്ത്രപരമായി വിശകലനം ചെയ്താൽ അത് ഹീബ്രു പദത്തിൽ നിന്നാണ് വരുന്നത്. ബ്രക്ക് എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്കാണ്. അതിനർത്ഥം നന്മകളാൽ നിറയപ്പെടുക, സൗഭാഗ്യങ്ങളാൽ നിറയുക, അഭിഷേകത്താൽ നിറയുക എന്നതാണ് അനുഗ്രഹിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നന്മകളാൽ നിറയപ്പെട്ട വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പൊ ദൈവത്തിൻ്റെ നന്മകളാൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോഴാണ് ബൈബിൾ ആ വ്യക്തിയെ അനുഗ്രഹീതൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ നാം കണ്ടുമുട്ടുകയാണ്. പെട്ടെന്നൊരു ദിവസം ദൈവം അബ്രഹാത്തെ വിളിച്ചു. നാടും വീടും ചാർച്ചക്കാരും തൻ്റെ സൗകര്യങ്ങളും തൻ്റെ സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ താൻ കാണിച്ചു തരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുവാൻ അബ്രഹാമിനോട് ദൈവം കൽപ്പിക്കുകയാണ്. താൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ദൈവം അബ്രഹാമിന് കൽപ്പന കൊടുക്കുന്നു. അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2 മുതൽ 3 വരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കുടുംബനാഥന്മാര്, കുടുംബനാഥകള്, മക്കള്, ഇതേ ഫോർമുല തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അർത്ഥമാക്കുന്നത്. അതായത് നാം ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെടുമ്പോൾ, നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാൽക്കീഴിൽ സമർപ്പിക്കുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്, ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനിലൂടെ ഒരു ഇടവകയും ആ ഇടവകയോട് ചേർന്നുള്ള പ്രദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാണ്. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ നിന്റെ അടുത്തേക്ക് വരുന്നവർക്ക് കർത്താവ് രോഗശാന്തി കൊടുക്കും, കർത്താവ് വിടുതൽ കൊടുക്കും, കർത്താവ് സമാധാനം കൊടുക്കും. നീ ദേശത്തിന് ദൈവത്തിൻ്റെ ഉപകരണമായി തീരും. നിന്റെ വാക്കുകൾ, നിന്റെ സാന്നിധ്യം ഈ ലോകത്തിന് ഒരു അനുഗ്രഹമായി തീരുകയാണ്. അന്ധകാരം നിറഞ്ഞ ലോകത്ത് ഒരു അനുഗ്രഹമായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നിന്നെ വിശുദ്ധിയിലേക്ക് വിളിച്ചവൻ അതിനുള്ള കൃപയും അതിനുള്ള ശക്തിയും നിനക്ക് നൽകും. നീ അനുഗ്രഹിക്കപ്പെടുകയും കുടുംബത്തിനും ലോകത്തിനും ദേശത്തിനും നീ അനുഗ്രഹമായിരിക്കുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമായിട്ട് മാറുകയാണ്. അതായത് തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അതായത് ഈ ലോകത്തിന് നൽകാൻ സാധിക്കാത്ത, ലോകത്തിന് കാണാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ കാണാൻ, ഈ ലോകത്തിന് ഗ്രഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾക്കപ്പുറം ഗ്രഹിക്കാൻ നിനക്ക് കഴിവ് ലഭിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിൻ്റെയും ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് സർവ നന്മകളുടെയും അനുഗ്രഹവും അധിപനുമായ ദൈവത്തിൻ്റെ നന്മയാൽ നിന്റെ ജീവിതം നിറയുകയാണ്. നമുക്കറിയാം സർവചരാചരങ്ങളുടെയും അധിപൻ ദൈവമാണ്.
ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണ്. എല്ലാ നന്മകളുടെയും ഉടമ ദൈവമാണ്. ആ ദൈവത്താൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും, എല്ലാ പോസിറ്റീവ് എനർജികളും നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ തൊഴിൽ മേഖലകളിലും നിന്റെ ജീവിത സാഹചര്യങ്ങളിലും വന്ന് നിറയുകയാണ്. അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, സൗഭാഗ്യത്തിൻ്റെതായി മാറും. ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനാകുന്നത് ദൈവത്തിൻ്റെ നന്മയാൽ നിറയുമ്പോഴാണ്. അല്ലെങ്കിൽ അവൻ വിഷാദ രോഗിയായി തീരും. അല്ലെങ്കിൽ അവന് സന്തോഷമില്ലാതെ കെട്ടുപോയ, നിറം കെട്ടുപോയ ജീവിതമായിരിക്കും. അപ്പം നമുക്കറിയാം, ഈ തങ്കം തിളങ്ങണമെങ്കിൽ തീയിലിട്ടൂതണം, കമ്പി വഴങ്ങണമെന്നുണ്ടെങ്കിൽ കനലിൽ പൂഴ്ത്തണം, വസ്ത്രം വെളുക്കണമെന്നുണ്ടെങ്കിൽ കല്ലിൽ തല്ലണം. ഈ കനകവും കമ്പിയും വസ്ത്രവും മൂകമന്ത്രിക്കുന്നത് വ്യക്തിത്വ ശ്രേഷ്ഠതയ്ക്കുള്ള ഒരേ ഒരു മന്ത്രമാണ്. വിളങ്ങണമെന്നുണ്ടെങ്കിൽ, തിളങ്ങണമെന്നുണ്ടെങ്കിൽ തകർന്നിടണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി തൻ്റെ സുഖങ്ങളും തൻ്റെ സ്വാർത്ഥതകളും ഉപേക്ഷിക്കണം. ദൈവത്തിന് വേണ്ടി തൻ്റെ നിസ്സാരമായ സുഖസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ കടന്നു പോകണം. അപ്പം ഇവിടെ ഞാനല്ല ജീവിക്കുന്നത്, ദൈവമാണ് ജീവിക്കുന്നത്. എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ ജീവിത ശൈലിയിലൂടെ ദൈവത്തിൻ്റെ പോസിറ്റീവ് എനർജിയാണ് ഈ ലോകത്തിലേക്ക് പരക്കുന്നത്. അപ്പോൾ അശരണർക്ക്, ആലംബഹീനർക്ക്, വേദനിക്കുന്നവർക്ക്, കടബാധിതർക്ക്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക്, കല്യാണ തടസ്സങ്ങളുള്ളവർക്ക്, ദരിദ്രർക്ക് ആശ്വാസമാകാൻ, സന്തോഷമാകാൻ നിനക്ക് സാധിക്കും. അപ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം നിന്റെ തുറവിയുള്ള മനസ്സാണ്. ദൈവത്തിന് നിന്നെ തന്നെ നീ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ട് വിശുദ്ധിയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ആ വിളി പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ നീ പിന്തുടരുമ്പോഴാണ് ദൈവത്തിൻ്റെ മുദ്ര നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ തലമുറകളുടെ മേല് വന്ന് പതിക്കുന്നത്. ദൈവത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിലുള്ള മൂന്നാമത്തെ ആള്. ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരണമെങ്കിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. പരിശുദ്ധ മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിന്നിലുണ്ട്. മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ കൃപ അവളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പൊ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയുക, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും ശക്തിപ്പെടുക, അധിക ബലം ലഭിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുക എന്നതാണ് നാം അനുഗ്രഹിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി യഥാർത്ഥ മനുഷ്യനാകുന്നത് ദൈവത്തിൻ്റെ നന്മയാൽ നിറയപ്പെടുമ്പോഴാണ്. നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല.
അപ്പൊ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്തവ്യങ്ങൾ ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നത്. അബ്രഹാമും പരിശുദ്ധ മറിയമും തങ്ങളെ തന്നെ ശൂന്യവൽക്കരിച്ചപ്പോൾ ദൈവത്തിൻ്റെ നന്മകൾ അവരിൽ വന്ന് നിറയുകയാണ്. ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് അവൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആയിത്തീരുമ്പോഴാണ്. നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ കുറവുകൾ നിമിത്തം ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ ഇടവരികയാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പൂർണ്ണമാകുക. നാം നമ്മുടെ പാപം നിറഞ്ഞ, നമ്മുടെ അഹങ്കാരം നിറഞ്ഞ അവസ്ഥകൾ മാറുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒന്നുമില്ലാത്തവരും ഒന്നും അല്ലാത്തവരുമായി തീരുമ്പോൾ പരിശുദ്ധ അമ്മയും അബ്രഹാമും ഒന്നുമില്ലാത്തവരായി തീരുകയാണ്. ദൈവമേ, ഇതാ ഞാൻ, ഇതാ നിന്റെ ദാസി. അപ്പോൾ ഒന്നുമില്ലാത്തവരും ഒന്നുമല്ലാത്തവരുമായി സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ദൈവം എല്ലാ നന്മകളും കൊണ്ട് അവരുടെ മേൽ നിറയ്ക്കുകയാണ്. ഇതാ മറിയം പറയുകയാണ്, തൻ്റെ ഭുജം കൊണ്ട് ദൈവം ശക്തി പ്രകടിപ്പിച്ചു. അപ്പം മറിയത്തിൻ്റെ മേൽ മറിയം എളിമപ്പെട്ടപ്പോൾ, മറിയം തുറക്കപ്പെട്ടപ്പോൾ തൻ്റെ ഭുജം കൊണ്ട് മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ശക്തി പ്രകടിപ്പിച്ചു. അതായത് മാനവകുലത്തിൻ്റെ സഹരക്ഷകയായി ഈ എളിയവൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് നാം സ്വയം ശൂന്യവൽക്കരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണഭൂതരാകുമ്പോഴാണ്. സങ്കീർത്തനം 42, 1 മുതൽ 2 വരെ പഠിപ്പിക്കുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അപ്പം നമ്മുടെ ഹൃദയം ദൈവത്തെ തേടുമ്പോൾ ഈ ലോകത്തുള്ള മുഴുവനും നമുക്ക് കിട്ടിയാലും ആ ദൈവത്തെ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കി നേടിയെടുക്കുന്നതെല്ലാം ശൂന്യമാണ്. അങ്ങനെ ദൈവത്തെ തേടുന്നവർക്കാണ് ലൂക്ക 1:49-54 മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മെ പഠിപ്പിക്കുന്നത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യും, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. അപ്പോൾ ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശക്തനായ ദൈവം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അവനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തരുടെ മേൽ തലമുറകൾ തോറും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുമെന്ന് പരിശുദ്ധ മറിയത്തിൻ്റെയും അനുഗ്രഹീതനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് ഉയരാം. അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ഇടയിലുള്ളത്. ഈ ഷാലോം ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന സകല മക്കളുടെ മേൽ അനുഗ്രഹദാതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ തിന്മകളെയും എടുത്തു മാറ്റുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ആവിർഭവിക്കട്ടെ. എല്ലാ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. സാത്താൻ്റെ കെട്ടുകൾ, നിരാശ, സങ്കടങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെട്ട് ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.